നമുക്കിപ്പോൾ സജി മാർക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജി മാർക്കോസ്, അതായത് പാകിസ്ഥാനുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം, അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണ്. അശ്വിത, അതിനകത്ത് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നദീജല തർക്കങ്ങളിലെ ഏറ്റവും നല്ലതും ഏറ്റവും സമാധാനപൂർണവുമായി നടത്തപ്പെട്ട ഒരു നദീജല തർക്കമാണ്. അതിന് നമ്മൾ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തെ ഒരു മതപ്രശ്നമായിട്ട് കാണുകയും തീവ്രവാദ പ്രശ്നമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ ശരിയായ അതിന്റെ പ്രശ്നം, അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നൊഴുകുന്ന സിന്ധു നദിയുടെ ജലം അവർക്ക് കിട്ടാതെ വരുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. ആ വിഷയത്തിൽ നമ്മൾ ഒരു കാലത്തും വേണ്ടില്ല അഡ്രസ് ചെയ്തില്ല. അത് അഡ്രസ് ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും പാകിസ്ഥാന്റെ അയൂബ് ഖാനും ചേർന്നുള്ള ആ ഒരു കരാർ എന്ന് പറയുന്നത് അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു കരാറായിരുന്നു. ഒന്നും നമ്മൾ ആലോചിക്കണം, ഒരു ആണവ ശക്തിയുമായിട്ടാണ് നമ്മൾ നേരിടുന്നത്. മതപ്രശ്നം, തീവ്രവാദ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സൈനികമായ 100,000 വഴികളുണ്ട്. പക്ഷേ ആ രാജ്യത്ത് വരുന്ന സിന്ധു നദീ ജലത്തിന്റെ ഡിസ്ട്രിബ്യൂഷനിലെ 80% എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. കാരണം അന്ന് നെഹ്റുവിന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ശത്രു രാജ്യമല്ല, മറിച്ച് ഒരു സഹോദര രാജ്യം, നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയൊരു സഹോദര രാജ്യം, ഒരു സമീപ രാജ്യം എന്ന നിലയിൽ അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. അതിനെതിരെ വെക്കുന്ന എന്ത് തരത്തിലുള്ള ഒരു തീരുമാനവും നമ്മൾ 100 വട്ടം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കാരണം അത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരുടെ ഡൊമസ്റ്റിക് ആയ പർപ്പസിനും അവരുടെ ഇൻഡസ്ട്രിയൽ ആയ പർപ്പസിനും വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും തീരുമാനിച്ചത് ഒരുപക്ഷെ നെഹ്റു അല്ലാതെ നെഹ്റുവിന് ശേഷം വന്ന നെഹ്റുവിന്റെ കുടുംബാംഗങ്ങളോ അതിനുശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിമാരോ അത്ര ഒരു വിട്ടുവീഴ്ച ചെയ്യില്ലായിരുന്നു. അത്രയ്ക്കും തത്വദീശമായ ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. അതിനെതിരെ നമ്മളൊരു എന്ത് തരം നിലപാടെടുക്കുന്നെങ്കിലും അത് വളരെ സെൻസിറ്റീവാണ്. 100 വട്ടം 100 അല്ല 1000 വട്ടം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ശത്രു രാജ്യത്തെ ഉണ്ടാക്കുകയല്ല വേണ്ടത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുകയും ഒരു ജനാധിപത്യ രാജ്യമാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ഏറ്റവും നല്ല വഴി. മറിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുകയോ അവരുടെ ഡൊമസ്റ്റിക് ആയ പർപ്പസിനെ, അവരുടെ ഇൻഡസ്ട്രിയൽ ആയ പർപ്പസിനെ ഇല്ലായ്മ ചെയ്തു വന്നാൽ നമുക്ക് സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ഒരിക്കലും കഴിയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് ഈ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഇടപാട് നമുക്ക് നഷ്ടമേ വന്നിട്ടുള്ളൂ. നമ്മൾ അഗ്രസീവായിരുന്നില്ല, നമ്മൾ ആക്രമിക്കാൻ പോയിട്ടില്ല, നമ്മൾ ആ രാജ്യത്തിന് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നമ്മൾ അവിടെ ഒരു ഭീകരവാദ പ്രവർത്തനം ചെയ്തിട്ടില്ല. ഇതെല്ലാം സഹിച്ച് നമ്മൾ ഇത്ര കാലം നിൽക്കുമ്പോഴും പ്രശ്നമുണ്ടാകാതിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സിന്ധു നദീതട IWT ഇൻഡസ് വാലി ട്രീറ്റി ആയിരുന്നു. ആ ട്രീറ്റി നമ്മളും അതായത് നെഹ്റുവും അയൂബ് ഖാനും തമ്മിൽ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥയിൽ ചേർന്ന ആ കരാർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കരാറാണ്. നമ്മൾ അതിൽ തുടർന്ന് വളരെ സൂക്ഷിച്ചു വേണം. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ആണവ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പിടിച്ചു നിൽപ്പ് അപകടത്തിലായാൽ ഏത് തരത്തിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ വിഷയത്തെ സൗമ്യമായി പരിഹരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം എല്ലാ കാലത്തും നഷ്ടം സഹിച്ചവരാണ് ഇന്ത്യക്കാർ. എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മളാണ് അനുഭവിച്ചത്. നഷ്ടങ്ങൾ എന്നും നമുക്കായിരുന്നു. എന്നിട്ടും ഈ ഒരു വിഷയം പൊങ്ങി വരാതിരുന്നതിന്റെ കാരണം ഇത് വളരെ സേഫായ രീതിയിൽ തന്നെയല്ല, ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ചേർത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷനായി ഇതിന് ചേർത്തില്ലെങ്കിലും ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി ഇതിനെ വെക്കാനുള്ള ഒരു കാരണം ഇത് ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്, ഒരു അന്തർദേശീയ കരാറാണ്, അനേക രാജ്യങ്ങൾ ഇടപെട്ടുണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാറിന് പ്രകാരം വെള്ളം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ വെള്ളം അവർക്ക് കിട്ടുക എന്നുള്ളത് അതീവ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതിന്മേലാണ് നമ്മൾ കൈവച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ബുദ്ധിമോശം ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാക്കി നമ്മൾ എംബസി അടയ്ക്കുന്നു, അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യേണ്ടത് അവർ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ അവർ പ്രതികളാണെന്ന് കൃത്യമായ രീതിയിൽ സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകാം. പക്ഷെ ടച്ച് ചെയ്യരുതാത്ത, നമ്മൾ സ്പർശിക്കരുതാത്ത അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് IWT എന്ന് പറയുന്നത്. അതിന്മേലാണ് നമ്മളിപ്പോൾ കൈവച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നമ്മൾ എത്ര ശക്തമായ രാജ്യമായിരുന്നാലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഇത് സംബന്ധിച്ച് ഇന്ത്യക്കാരെല്ലാവരും നിരാശരാണ്. ഇപ്പൊ നടന്നിരിക്കുന്ന സംഭവത്തിൽ നിരാശരാണ്, ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യണമെന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരുടെയും ആഗ്രഹമാണ്. പക്ഷെ അപ്പോഴും സ്പർശിച്ചുകൂടാത്ത ചില ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ സിന്ധു നദീതല
ട്രീറ്റിയെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ റദ്ദ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം ദൂരവ്യാപകമായിരിക്കും. ഒരു രാജ്യമില്ലാതെ വരിക എന്നുള്ളതായിരിക്കും എന്റെ അർത്ഥം. അതിനവർ പ്രതികരിക്കുന്നത്, അതും ഒരു ആണവശക്തി ആയിരിക്കും അവർ പ്രതികരിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ടെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്, അവിടെ ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ഒരുപക്ഷെ നെഹ്റു അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും വിട്ടുവീഴ്ചയോടുകൂടി നമ്മൾ ഈ നദീ ജല തർക്കത്തിൽ നഷ്ടമെന്നും നമുക്ക് തന്നെയാണ്. അതിന്റെ ട്രിബ്യൂട്ടറികളെല്ലാം എല്ലാത്തിനകത്തും വരുന്ന ജലം അവർക്കാണ് കൊടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. നമുക്കൊരു ശത്രു രാജ്യമല്ല വേണ്ടത്, നമുക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയൊരു സഹോദര രാജ്യമാണ് വേണ്ടത്. അവരെങ്ങനെ പെരുമാറിയാലും നമുക്ക് അതുപോലെ തെറ്റി പെരുമാറാൻ പറ്റില്ല. അതല്ല ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ സംസ്കാരം അതല്ല. സമീപ രാജ്യങ്ങൾ കയറി ആക്രമിക്കുന്ന ഒരു രീതിയുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ നഷ്ടങ്ങളെല്ലാം സഹിച്ച് നമ്മൾ ഇത്രയും കാലം പിടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിലപാട് തന്നെ പറയേണ്ടി വരും. ശ്രീ സജി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതിപ്പോൾ വൈകിപ്പോയി എന്ന് പറയാൻ സാധിക്കുമോ? കാരണം നമുക്കറിയാം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. 2016 ഇത്തരത്തിൽ ഉറി ആക്രമണം ഉണ്ടായത് അതാരും മറന്നിട്ടുണ്ടാകില്ല. ഇന്ത്യക്കാർക്ക് ആർക്കും മറക്കാൻ സാധിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു. അന്ന് പല കോണുകളിൽ നിന്നും, അതായത് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജല കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അന്ന് മുതൽക്ക് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേ ഇത് നീട്ടിവെച്ച് ഇത്ര വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വൈകിപ്പോയി എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സൈനികമായ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് പോലെയോ, നമ്മൾ ഇടയ്ക്ക് ഒരു സമയത്ത് നമ്മളുടെ ഗവൺമെന്റ് അവകാശപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്ട്രൈക്ക് നടത്തി, ഇത്തരം കാര്യങ്ങളെല്ലാം സൈനികമായി നമ്മൾ നേരിടുകയും നമ്മുടെ അതിർത്തിയെ സംരക്ഷിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്നതാണ് മനുഷ്യന്റെ കുടിവെള്ളം എന്ന പ്രശ്നം. ആ പ്രശ്നത്തിൽ നമ്മൾ എടുത്ത തീരുമാനം അത് എത്രയോ വർഷം 1960 എഗ്രിമെന്റ് വന്നത്. അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നത്. ആ ഒപ്പിടുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം എന്തുകൊണ്ട് അവർ ഒപ്പിട്ടു എന്നുള്ള പ്രശ്നം നമ്മൾ ചിന്തിക്കാതെ ഇപ്പോഴത്തെ വൈകാരികമായ ഇല്ലെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ഇന്ത്യക്കാരും നിരാശരാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ എല്ലാവരും നിരാശരാണ്. നമുക്ക് തിരിച്ച് പ്രതികരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഇന്ത്യക്കാരായ ആരും ഉണ്ടാവില്ല. പക്ഷെ അതിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആ നദീജല തർക്കത്തെ, ആ നദീജല കരാറിനെ നമ്മൾ പുനഃപരിശോധിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഒരു രാജ്യത്ത് തന്നെ ഇല്ലാതാക്കി കളയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനപൂർണ്ണമായിട്ട് രാജ്യത്ത് ജീവിക്കണ്ടേ? മറ്റൊരു ആണവ ശക്തിയല്ലേ അപ്പുറത്തുള്ളത്. അവരില്ലാതായി തീർന്നാൽ എങ്ങനെയായി തീരും? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പക്ഷത്ത് വരേണ്ടതായ ഇതിന് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്ന, ഞാനും ആഗ്രഹിക്കുന്നത് റിറ്റാലിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത് അവരാണെന്ന് ബോധ്യപ്പെട്ടാൽ, അതിനെന്തെങ്കിലും നമ്മൾ കൃത്യമായ ഒരു തെളിവ് കിട്ടിയാൽ നമ്മൾ തിരിച്ച് സൈനികമായി അതിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നത് പോലെയല്ല അവരെ കുടിവെള്ളം മുട്ടിച്ച് ആ രാജ്യത്തെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ ആ പ്രസ്താവന ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ലോകത്തിൽ ഇപ്പൊ നമുക്ക് കാവേരി നദീ തർക്കമുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ നദീ തർക്കങ്ങളുണ്ട്. ഇതൊന്നും സമാധാനമായി പരിഹരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും സമാധാനപരമായി പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ IWT എന്ന് പറയുന്നത്. അതിനെ വീണ്ടും നമ്മൾ ഒരു മറ്റൊരു പ്രശ്നത്തോട് വലിച്ചിഴക്കിയാൽ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടല്ല, ആ പ്രശ്നത്തെ തന്നെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്ന ആക്രമണത്തെ നമ്മൾ നേരിടേണ്ടത് സൈനികമായിട്ടാണെങ്കിൽ അങ്ങനെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പരിഹരിക്കാം. നമ്മുടെ അവിടുത്തെ എംബസി അടയ്ക്കുന്നത്, നമ്മുടെ എംബസി ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വിളിക്കുന്നത്, അവരുടെ എംബസി നമ്മുടെ നാട്ടിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ഈ നദീജല തർക്കത്തിന്മേൽ ഇടപെടുന്നത് സെൻസിറ്റീവാണ്. ഒരു രാജ്യത്തിന് മേൽ നമ്മൾ ഒരു കാലത്തുണ്ടാക്കിയ ഏറ്റവും സമാധാനപരമായ ഒരു കരാറിന്റെ മേലാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപകടം ചെയ്യും. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി സജി മാർക്കോസ്, എന്തായാലും താങ്കൾ പറയുന്നത്, അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന രീതിയിലേക്കാണ് താങ്കളുടെ പ്രതികരണം വരുന്നത്. ശരി.